ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഗിൽറ്റർ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് 3 വെറൈറ്റീസ് ഓഫ് ഹെയർ ആക്സസറീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതും ഫ്ലോറൽ ഹെയർ ആക്സസറീസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഹെയർ ആക്സസറീസ് ചെയ്യാൻ തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബ്ലൂ കളറിലെയും അതുപോലെ തന്നെ ഗ്രീൻ കളറിലെയും ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ബ്ലൂ കളറിലെ ഫോം ഷീറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു റേഡിയസിൽ 3 സർക്കിൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുന്ന സർക്കിൾ എല്ലാം ഒരേ റേഡിയസ് ആയിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ 4 ആക്കി ഒന്ന് മടക്കിയെടുക്കുക. ആദ്യം 2 ആക്കി മടക്കുക, പിന്നെ വീണ്ടും ഒന്ന് 2 ആക്കി മടക്കുക. 2 ഡയറക്ഷനിലോട്ട് 2 ആക്കി മടക്കിയിട്ട് ഇതുപോലെ സെന്റർ ഭാഗത്ത് കട്ട് കൊള്ളാത്ത രീതിയിൽ നമ്മൾ 4 കട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ 4 പാർട്ടീഷനിൽ ഒന്നുകൂടി മടക്കി ഒന്നുകൂടി കട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാലും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കാണാം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തേക്കുന്ന ആ ഓരോ പോർഷനിലും ഇതുപോലെ സിസേഴ്സ് യൂസ് ചെയ്തിട്ടൊന്ന് ചെരിച്ചൊരു കർവായിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് നമ്മൾ ഫസ്റ്റ് കർവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഡയറക്ഷൻ ഫില്ലായതിനു ശേഷം നമ്മളത് തിരിച്ചിട്ടിട്ട് അടുത്ത ഡയറക്ഷനിലേക്കും ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾക്ക് ഒരു കറക്റ്റ് ഒരു ഫ്ലവറിന്റെ പെറ്റൽ കിട്ടാനായിട്ടാട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫിനിഷിങ് കുറവ് തോന്നുകയാണെങ്കിലും പേടിക്കേണ്ട. നമ്മൾ ഇനി ഇത് ഹീറ്റ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു പെറ്റൽ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പെറ്റലും ഇതുപോലെ കർവ് ചെയ്ത് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ തന്നെ ബാക്കി 2 പീസും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലവർ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സെന്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ പോളൻസ് ഇട്ട് കൊടുക്കാനായിട്ടോ. 3 പീസിലും നമ്മൾ ഇതുപോലെ സെന്ററിൽ ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ലീഫ് സെറ്റ് ചെയ്യാം. ലീഫ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ വിട്ടും അതുപോലെ ഒരു 5 സെന്റിമീറ്റർ ലെങ്ത്തും വരുന്ന ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ലീഫിനെ പോലെ കിട്ടും. പിന്നെ ചെറിയ ചെറിയ കട്ട് നമുക്ക് ആ ലീഫിന്റെ സൈഡിലൊക്കെ ചെയ്ത് കൊടുത്തതിന് എക്സാക്ട് നമുക്കൊരു ലീഫായിട്ട് കിട്ടും കേട്ടോ. അതിന്റെ ചെറിയ ക്ലിപ്പിംഗ് ഒക്കെ നമ്മുടെ നഷ്ടമായി എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് കണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ആ ലീഫ് ചെയ്യുന്നതിന്റെ എക്സാക്ട് വീഡിയോ മിസ്സായത് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തെടുത്തിരിക്കുന്ന ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് അയൺ ബോക്സിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് അതിന്റെ കനമൊക്കെ ഒന്ന് കുറച്ചെടുക്കാം. എന്നിട്ട് കൈ വെച്ചും ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കുഴിച്ചെടുക്കാം നമ്മുടെ ആ ഒരു ഫ്ലവർ. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ പെറ്റൽസും ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ച് ചൂടാക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് നമുക്ക് ഈ ഒരു ഷേപ്പിൽ പെറ്റലാക്കി കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. ഞാൻ അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അല്ല കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം കുറച്ച് ക്ലിപ്പിംഗ്സ് മിസ്സായത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ശ്രദ്ധിച്ചത്. അതാണ്. ഇനി നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഓരോന്നും നമുക്ക് ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്ത ഗ്ലൂ ആയിട്ടാണ് തോന്നുന്നത് അത് യൂസ് ചെയ്യാം കേട്ടോ. B7000 ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സെന്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഇതുപോലെ സിൽവർ കളറിലെ പോളൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോളൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലീഫ് നമ്മൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയിൽ നമുക്ക് നമ്മളുടെ ഫ്ലോറൽ ആയിട്ടുള്ള ഹെയർ ബാൻഡ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ടൈയോ ഹെയർ ക്ലിപ്പോ ഹെയർ ബാൻഡിലോ എന്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഹെയർ ടൈയിലാണ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു റേഡിയസിൽ, ഞാൻ റേഡിയസ് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വലുപ്പത്തിൽ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. 2 സർക്കിൾ വേണം കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ആ ഒരു സർക്കിളിനെ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് 6 പീസ് കിട്ടുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം 2 ആക്കി മടക്കി ആ സർക്കിളിനെ 2 ആക്കി ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ഫ്ലവർ ചെയ്ത ആ ഒരു സെയിം മെത്തേഡിൽ, പക്ഷെ നമ്മൾ ഇതിന്റെ സെന്റർ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. അത് മനസ്സിലാവാനായിട്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു മെത്തേഡ് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച മെത്തേഡ് ഡൗട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഫ്ലവർ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ട് സെന്റർ ഭാഗത്ത് കൂടെ ഓരോരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഓരോ ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആ ഓരോ ട്രയാങ്കിളും ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ റെക്റ്റാങ്കിൾ മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് റോൾ ചെയ്ത് എടുക്കാം കേട്ടോ.
റോൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ റോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുക. അതേ റോൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ലീഫ് കൂടി ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫിൻ്റെത് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഞാനിനി ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ ലീഫ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ റോസ് ഫ്ലവറിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഹെയർ ടൈയുടെ ബാക്കിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലിഗേറ്ററിലോ ഹെയർ ബാൻഡിലോ എന്തിലും വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ തേർഡ് മെത്തേഡിലേക്ക് പോവാം. തേർഡ് മെത്തേഡിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ഫോം ഷീറ്റിൽ ഒരു 1 സെൻറ്റിമീറ്റർ വിട്ടും ഒരു 50 സെൻറ്റിമീറ്റർ ലെങ്ത്തും വരുന്ന ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാണ്ട് മുകൾ ഭാഗത്ത് മാത്രം ഇങ്ങനെ ചെറിയ 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 കട്ടിങ് എൻഡിങ് വരെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാക്സിമം ഞാൻ വീഡിയോ നല്ല ഫാസ്റ്റിലാണ് പറഞ്ഞു പോകുന്നത്. കാരണം എടുത്തെടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചാണ്, കൂടുതൽ വീഡിയോ ലെങ്തായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ നമ്മളത് മൊത്തം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. ഏതെങ്കിലും കളറിൽ 2 സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ മുകൾ ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് ചെരിച്ച് 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 കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ പറിച്ച് പറിച്ച് മാറ്റി കൊടുക്കുമ്പോൾ ഇങ്ങനെ മുള്ളു പോലെ നിൽക്കുന്ന രീതിയിൽ കിട്ടും. ഇനി നമ്മൾ അങ്ങനെ 3 പീസ് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൽ ഇതുപോലെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു മെത്തേഡിൽ ചെയ്ത പോലെ ഫുൾ റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഫ്ലവർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇത് കഴിഞ്ഞ 2 മെത്തേഡിലും ചെയ്ത പോലെ തന്നെ 2ആക്കി മടക്കി പിന്നെ വീണ്ടും മടക്കി അങ്ങനെ നമ്മളൊരു 6 പെറ്റലാക്കി കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യും, അയൺ ബോക്സിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കും. അത് വീണ്ടും വീണ്ടും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ കാണിക്കാത്തത്. ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത് വെച്ച ആ ഒരു റോൾ ചെയ്ത പോർഷനിലേക്ക് നമ്മളുടെ ഫ്ലവേഴ്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്പീഡിൽ ഞാൻ പറഞ്ഞു പോകുന്നത് മാക്സിമം എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. എന്നാലും ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാനത് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ ക്ലിപ്പിങ്സൊക്കെ നമ്മുടെ നിന്ന് മിസ്സായിട്ടുണ്ട്. അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാട്ടോ കാണുന്നത്. അതുകൊണ്ടാണ് എനിക്കതിൽ കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ 3 ടൈപ്പ് ഓഫ് ഹെയർ ക്ലിപ്പ്. നല്ല ഫ്ലോറൽ തീമിൽ വരുന്ന ഹെയർ ക്ലിപ്പാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.